നമസ്കാരം. തൃശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ആസ്തി രേഖകൾ അടക്കം വ്യക്തമാക്കുന്ന സത്യവാങ്മൂലത്തിന്റെ വിശദ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. 40,000 രൂപയാണ് കയ്യിലുള്ളത്. വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി 24 ലക്ഷം രൂപയും 7 ലക്ഷം രൂപയുടെ മ്യൂച്വൽ ഫണ്ട്, ബോണ്ട് എന്നിവയുമുണ്ട്. 1025 ഗ്രാം സ്വർണം സുരേഷ് ഗോപിയുടെ കൈവശമുണ്ട്. പോസ്റ്റ് ഓഫീസിൽ 67 ലക്ഷം രൂപയുടെ നിക്ഷേപവും ഉണ്ടെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. 7 കേസുകളും സ്ഥാനാർത്ഥിയുടെ പേരിലുണ്ട്. ഭാര്യയുടെ പേരിൽ 54 ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണവും 2 മക്കളുടെ പേരിൽ 36 ലക്ഷം രൂപ വരുന്ന സ്വർണവുമുണ്ട്. സുരേഷ് ഗോപിക്ക് 4,68 ലക്ഷം രൂപയാണ് ആകെ വരുമാനം. 2023-24 വർഷത്തെ ആദായ നികുതി റിട്ടേൺ അടിസ്ഥാനമാക്കിയാണ് കണക്ക്. 4.07 കോടിയിലധികം രൂപയുടെ ജംഗമ ആസ്തിയാണ് ഉള്ളത്. ഭാര്യയ്ക്ക് 4.13 ലക്ഷം രൂപയുടെ വരുമാനമുണ്ട്. 2 മക്കളുടെ പേരിൽ 3 കോടിയിലേറെ രൂപയുടെ ജംഗമ ആസ്തിയുമുണ്ട്. സുരേഷ് ഗോപിയുടെ പേരിൽ 1.87 ലക്ഷം രൂപ മൂല്യമുള്ള സ്വത്തുണ്ട്. 61 ലക്ഷം രൂപ വിവിധ ബാങ്കുകളിൽ ലോണുണ്ടെന്നും സുരേഷ് ഗോപി പത്രികയിൽ വെളിപ്പെടുത്തുന്നു. സുരേഷ് ഗോപിയുടെ പേരിൽ 2,53 ലക്ഷം രൂപ വില വരുന്ന 8 വാഹനങ്ങളുണ്ട്. 39,90,000 രൂപയുടെ ഓഡി Q7, 7,20,000 രൂപ വിലയുള്ള ടാറ്റ സഫാരി, 17,70,000 രൂപയുടെ ഐഷർ കാരവൻ, 65 ലക്ഷം രൂപയുടെ ടൊയോട്ട വെൽഫെയർ, 21,22,000 രൂപയുടെ മഹീന്ദ്ര SUV 700, 10,50,000 രൂപയുടെ മഹീന്ദ്ര പിക്കപ്പ്, 91,24,000 രൂപയുടെ ഭാരത് ബെൻസ് കാരവൻ, 75,000 രൂപയുടെ ട്രാക്ടർ എന്നീ വാഹനങ്ങളും സുരേഷ് ഗോപിയുടെ പേരിലുണ്ട്. പങ്കാളിയുടെ പേരിൽ 9,10,000 രൂപയുടെ ഐഷർ കാരവാനുമുണ്ട്. സുരേഷ് ഗോപിയുടെ പേരിൽ തിരുനെൽവേലി വില്ലേജിൽ 82.4 ഏക്കറും സൈദാപ്പേട്ടിൽ 40 സെന്റും കൃഷിഭൂമിയുണ്ട്. ഈ സ്ഥലങ്ങളുടെ മതിപ്പ് കമ്പോള വില 99,60,000 രൂപയാണ്. ശാസ്തമംഗലം വില്ലേജിൽ 2 സർവേ നമ്പറുകളിലായി കാർഷികേതര ഭൂമിയും സുരേഷ് ഗോപിയുടെ പേരിലുണ്ട്. സുരേഷ് ഗോപിയുടെ പങ്കാളിയുടെ പേരിൽ ദേവികുളം താലൂക്കിലെ പള്ളിവാസൽ വില്ലേജിൽ 241 സെന്റ് കൃഷിഭൂമിയും ആലുവ ചെങ്ങമനാട് വില്ലേജിൽ 37 സെന്റും തിരുനെൽവേലിയിലെ ശ്രീവായ്ക്കുൻകത്ത് 43 ഏക്കറും ഭൂമിയാണുള്ളത്. ഈ 3 സ്ഥലങ്ങൾക്കും യഥാക്രമം 57,50,000, 17,25,000, 23 ലക്ഷം എന്നിങ്ങനെയാണ് വിപണി മൂല്യം. വട്ടിയൂർക്കാവ് വില്ലേജിൽ കാർഷികേതര ഭൂമിയും പങ്കാളിയുടെ പേരിലുണ്ട്. ജനങ്ങൾ ചോര വിയർപ്പാക്കി സമ്പാദിച്ച പണമാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നഷ്ടപ്പെട്ടതെന്നും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്നും തൃശൂർ മണ്ഡലത്തിൽ നടന്ന ഒരു പരിപാടിയിൽ സുരേഷ് ഗോപി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാടിനെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണം നഷ്ടമായവർക്ക് അത് തിരികെ ലഭിക്കുന്നതിനുള്ള നടപടിയെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയിട്ടുള്ളതാണ്. ED പിടിച്ചെടുത്ത പണം അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കും. പല സഹകരണ ബാങ്കുകളുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടിയിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായി ആരെയും താൻ പിന്തുണച്ചിട്ടില്ലെന്ന സംവിധായകൻ സത്യൻ അന്തിക്കാട് വ്യക്തമാക്കി. മറിച്ചുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP നാട്ടിക നിയോജകമണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് അടക്കമുള്ളവർ സുരേഷ് ഗോപിയോടൊപ്പമുണ്ടായിരുന്നു.